ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീടുകളിലേക്ക് സിംഗിൾ ഫേസ് ആണെങ്കിലും 3 ഫേസ് ആണെങ്കിലും ELCB എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ട്രിപ്പിംഗ് സെക്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നതിന്, അതായത് പക്ക സേഫ്റ്റി കാര്യങ്ങളെല്ലാം വരുന്നതിന് ELCB നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ കുറച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്, ELCB ഇല്ലാതെ ഐസൊലേറ്റർ മാത്രം നമുക്ക് ഒരു DBയിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിലെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. ഇതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ പൂർണ്ണമായിട്ട് ഉപകാരപ്പെടുന്നു, അതുകൊണ്ട് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഐസൊലേറ്റർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് DB സെറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഐസൊലേറ്ററും ELCBയും ആണോ അതിൻ്റെ പ്രോപ്പർ വേ, ഇതെല്ലാമാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആദ്യം ഇത് തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ELCB, എന്താണ് ഐസൊലേറ്റർ? ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ഇതിൻ്റെ ഉത്തരം തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താം. ആദ്യമേ തന്നെ നമ്മളൊരു മീറ്ററിൽ നിന്ന്, അതായത് KSEBയിൽ നിന്ന് നമുക്ക് കറണ്ട് തരുന്നത് മീറ്ററിലേക്ക് വരുന്നു. മീറ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ്, DBയിലെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഈ ഐസൊലേറ്ററിൽ നിന്നാണ് നേരെ ELCBയിലേക്ക് പോകുന്നത്. ELCBയിൽ നിന്നാണ് ഓരോ സർക്യൂട്ടും, അതായത് ഓരോ റൂമിൻ്റെ ഓരോ ഡിവൈസുകളിലേക്കും വരുന്ന ഓരോ സർക്യൂട്ടുകളിലേക്ക് വരുന്നത് ഈ MCBകളിലേക്കാണ് പോകുന്നത്. MCBകളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ റൂം സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ ഓരോ റൂമിലും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലും എല്ലാം കൊടുത്തിരിക്കുന്ന ഓരോ ഡിവൈസുകളിലും മോട്ടർ, AC, ഫ്രിഡ്ജ്, അങ്ങനെ സെപ്പറേറ്റ് സർക്യൂട്ടുകളിലേക്ക് പോകുന്നത് ഈ MCB വഴിയാണ്. ഇതാണ് ശരിക്കും നമ്മുടെ വീടുകളിലെ വയറിങ്ങിൽ ചെയ്തിരിക്കുന്ന സിസ്റ്റം. ആദ്യമേ നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മൾ ELCB. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു ചോദ്യം അങ്ങനെ വരാൻ കാരണം ELCBയുടെ റേറ്റ് കൊണ്ടായിരിക്കും, അതിൻ്റെ വില കൊണ്ടായിരിക്കും. ഒരു സിംഗിൾ ഫേസ് ELCBക്ക് ഏകദേശം നല്ലൊരു ക്വാളിറ്റി വരുന്നതിന് ഏകദേശം 2000 രൂപ അടുത്ത് വരും. ഒരു 3 ഫേസ് ELCBക്ക് എടുത്തിട്ടാണെങ്കിൽ ഏകദേശം ഒരു 4000 രൂപ അടുത്ത് വരും. ഈ ഒരു റേറ്റ് കൊണ്ടായിരിക്കാം ആളുകൾ ഇത് വെക്കണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അതിന് കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, KSEBയിൽ നിന്ന് മീറ്റർ ബോക്സിലേക്ക് വന്നു. മീറ്ററിൽ നിന്ന് നേരിട്ട് വരുന്നത് ഒരു DBയുടെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്റർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഐസൊലേറ്റ് ചെയ്യുക. അതായത് രണ്ടും, ന്യൂട്രും ഫേസും തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്കോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രമാണ് ഐസൊലേറ്റർ. നിങ്ങൾക്ക് വ്യക്തമായെന്ന് മനസ്സിലായിരിക്കുന്നു. അതായത് ന്യൂട്രും ഫേസും നമുക്ക് മീറ്ററിൽ നിന്ന് വരുന്നു, KSEBയിൽ നിന്നും വരുന്നു. ഈ എന്തെങ്കിലും ഒരു വർക്കോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണം. പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ അത് അതിന് വേണ്ടിയിട്ടുള്ള പണ്ടത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ മെയിൻ സ്വിച്ചിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അത് ഇത്ര ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഐസൊലേറ്ററുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ആ ജസ്റ്റ് സ്വിച്ച് മാത്രം ഓഫ് ചെയ്യുന്ന സമയത്ത് ഫേസും ന്യൂട്രും ഒന്നിച്ച് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസും ന്യൂട്രും ഒന്നിച്ച് കട്ടാക്കാനുള്ള, നമുക്ക് മാനുവലായിട്ട് തന്നെ ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഐസൊലേറ്ററിൽ വരുന്നത്. അല്ലാതെ ഐസൊലേറ്ററിന് സ്വന്തമായിട്ട് ട്രിപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐസൊലേറ്റർ മാത്രം കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന്. ഐസൊലേറ്റർ മാത്രം കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഏതെങ്കിലും ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്ന തേപ്പൊട്ടിയോ ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ ഹീറ്ററോ എന്തെങ്കിലും എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ സംഭവിച്ച്, അല്ലെങ്കിൽ LED TV എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ച് അതിൻ്റെ ഫേസിൽ നിന്നും എർത്തിലേക്ക്, അതായത് ലീക്കേജ് കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എർത്തിലേക്ക് 3 പിൻ പ്ലഗിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിവൈസുകളിലാണ് ഈ വരുന്നത്. എർത്തിലേക്ക് വരുന്ന സമയത്ത്, എർത്ത് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഡിവൈസുകളിൽ ഓൾറെഡി തൊടുന്ന സമയമാണെങ്കിൽ കൂടിയും, നമ്മൾ തേപ്പൊട്ടിയുടെ ഔട്ടറിൽ നമ്മൾ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വരുന്ന കംപ്ലൈൻറ്റ്, ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒരു എർത്ത് കാര്യങ്ങൾ വരുന്ന നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് ഷോക്ക് കേൾക്കുകയും അത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ എത്തിക്കാം. കാരണം ഓൾറെഡി ELCB ഇല്ലാതെ ഐസൊലേറ്റർ മാത്രം കൊടുക്കുന്ന സമയത്ത് ഐസൊലേറ്റർ ട്രിപ്പ് ആവില്ല. ഐസൊലേറ്റർ ഞാൻ പറഞ്ഞു, സിമ്പിളായിട്ട് നമ്മൾ മാനുവലായിട്ട് ഓൺ ഓഫ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിവൈസുകളിൽ തൊടുന്ന സമയത്ത് ഷോക്ക് നമുക്ക് ഏൽക്കുകയും മരണം വഴി സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഐസൊലേറ്റർ മാത്രം വെക്കുന്നതുകൊണ്ട് ഹൈ റിസ്ക് ആണ് ഒരു വീട്ടിലുള്ളത്. ഒരു ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ മാത്രമല്ല വീട്ടിലും മറ്റു ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഹൈ റിസ്ക് സംഭവിക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും ELCB ഉപയോഗിക്കുന്നത്. ഇനി ELCB എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം.
ELCBയിൽ തന്നെ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അത് എർത്ത് ലീക്കേജ് കറണ്ടിൽ സെൻസ് ചെയ്യുന്ന ഒരു സെൻസറാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. എർത്ത് ലീക്കേജ് കറണ്ട് ഓൾറെഡി നമ്മുടെ ഡിവൈസുകളിലോ ഏതെങ്കിലും പാട്ട് വഴിയോ നമ്മുടെ എർത്ത് ലീക്കേജ് കറണ്ട് എർത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ELCBയിലുള്ള സെൻസിങ് റിലേ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പാക്കുന്നു. ഈ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആക്കുന്ന സ്വിച്ച് നിങ്ങൾക്ക് മുകളിൽ നമുക്ക് മാസത്തിലൊരിക്കൽ ട്രിപ്പ് ചെയ്യുന്ന ഒരു സ്വിച്ച് നിങ്ങൾക്ക് ELCBയിൽ കാണാൻ സാധിക്കും. മുകളിൽ തന്നെ കാണാം മന്ത്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു മാസത്തിലൊരിക്കലെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പ്രോപ്പറായിട്ട് ELCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ELCB നമ്മുടെ DBയിൽ സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡിവൈസ് കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ഈ കംപ്ലൈൻ്റ് ആവുന്നത് എർത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രിഡ്ജോ തേപ്പൊട്ടിയോ അതിൻ്റെ എർത്തിലേക്ക് വരുന്ന ആ പുറമെ ബോഡിയിലേക്ക് വരുന്ന സപ്ലൈ അത് ഓട്ടോമാറ്റിക്കായിട്ട് എർത്ത് വഴി പോവുകയും എർത്ത് വഴി പോകുന്ന സമയത്ത് ELCB സെൻസ് ചെയ്യുന്നു. അതായത് പോകുന്ന കറണ്ട് കറക്റ്റായിട്ട് ELCB സെൻസ് ചെയ്യുന്നു. ഈ ELCB എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എർത്തിലേക്ക് പോകുന്ന സപ്ലൈ സെൻസ് ചെയ്യുന്നു, ELCB ട്രിപ്പ് ആകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിവൈസ് കംപ്ലൈൻ്റ് ആണെന്ന് ഒരു മെസ്സേജ് കിട്ടുകയും അല്ലെങ്കിൽ ആ സെക്ഷനിലേക്ക് പോകുന്ന ഡിവൈസ് ഏതെങ്കിലും കംപ്ലൈൻ്റ് ആണെന്ന് മെസ്സേജ് കിട്ടുകയും ELCB ട്രിപ്പ് ആവുകയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ വീടുകളിലേക്ക് ഹൈ സേഫ്റ്റി മാത്രമല്ല നമ്മുടെ വീടുകളിലെ എല്ലാ ആളുകൾക്കും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് വഴി ഹൈ സേഫ്റ്റി പെട്ടെന്നൊരു അപകടം ഉണ്ടാക്കുന്നത് മാക്സിമം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ELCB DBയിൽ സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു 1800 രൂപ അല്ലെങ്കിൽ 3000 രൂപ ELCBക്ക് വേണ്ടി ലാഭിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യണമെന്ന് എൻ്റെ ചെറിയൊരു അഭ്യർത്ഥനയാണ്. നമ്മുടെ വീടുകളിലേക്ക് വയറിങ് ചെയ്യുന്ന സമയത്ത് ELCBയും ഐസൊലേറ്ററും ELCBയും ഒരിക്കലും നമ്മൾ വയ്ക്കാതിരിക്കരുത്. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി ആയിട്ട് കണ്ട് നമ്മൾ ELCBയും ഐസൊലേറ്ററും മസ്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ താങ്ക്സ്. Thank you.